സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോമിൽ നിങ്ങൾ പേര് എഴുതിയിടുകയാണെങ്കിൽ നിങ്ങളും ഒരു വിജയിയാകാൻ സാധ്യതയുണ്ട്. വിജയിക്കുന്നവർക്ക് ഒരു മാസത്തെ ഫ്രീ മെമ്പർഷിപ്പ് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിലാണ് ലഭിക്കുക. അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സ് നോക്കാം. എന്തായാലും ഇന്നത്തെ ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്ന് മനോഹരമായ ഒരു റിക്കവറിയാണ് നടത്തിയത്. ഇന്നലെ ഈവനിങ്ങിൽ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിൽ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നലെ ഒരു ദിവസം ബെയറിഷ് ക്യാൻഡിൽ വന്നതുകൊണ്ട് മാർക്കറ്റ് ബെയറിഷായി എന്ന് ഉറപ്പിക്കരുത്. അതേ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റാണ് ഇന്ന് തന്നത്. കാരണം കംപ്ലീറ്റ്ലി ഇന്നലെ പോയത് മുഴുവൻ ഇന്ന് തിരിച്ച് കയറി വന്നിട്ടുണ്ട്. രാവിലെ മാർക്കറ്റ് നല്ല രീതിയിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ താഴോട്ട് പോയെങ്കിലും വളരെ മനോഹരമായിട്ട് അത് റിക്കവർ ചെയ്തിട്ട് മുകളിലോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ദെൻ ഗ്രാസിം എന്നുള്ള സ്റ്റോക്ക് ഒരു എന്താ പറയുക സൂപ്പർ ഒരു ഹൈ ആയിട്ട് ഇതായിട്ടുണ്ട്. അവരുടെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെയിൻറ്റിൻ്റെ ഒരു ഇൻഡസ്ട്രി, പെയിൻറ്റ് പ്രൊഡക്ട്സ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ 3 പ്ലാന്റുകൾ ഇന്ന് എന്താ പറയുക ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പെയിൻറ്റ് പ്ലാന്റുകൾ ഹരിയാനയിലും പഞ്ചാബിലും തമിഴ്നാട്ടിലാണ് ഇത് ഇന്ന് ഓപ്പൺ ആയിട്ടുള്ളത്. അതോടുകൂടി സ്റ്റോക്ക് നല്ല രീതിയിൽ ഗ്രാസിമിൻ്റെ സ്റ്റോക്ക് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. ദെൻ വോഡാഫോൺ ഐഡിയ എന്താ പറയുക 6% ഒരു ഗ്രോത്ത് ഇന്നിപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. കാരണം അതിൻ്റെ അതായത് ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഇവരുടെ വോഡാഫോൺ ഐഡിയയുടെ കുറച്ച് കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് എന്ന രീതിയിൽ ഒരു ന്യൂസ് വന്നതോടുകൂടി ഐഡിയയുടെ സ്റ്റോക്ക് നന്നായിട്ട് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. LTI മൈൻഡ്ട്രീയുടെ സ്റ്റോക്കും ഇന്ന് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. യൂറോ ലൈഫ് FFF എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ AI ഹബ്ബ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഡിസ്കഷൻ, അത് ഗ്രീസിലുള്ള ഒരു കമ്പനിയാണ്, ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് ഈ യൂറോ ലൈഫ് FFH എന്നുള്ളത്. അപ്പോൾ അവരുമായിട്ട് LTI മൈൻഡ്ട്രീയുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തതോടുകൂടി സ്റ്റോക്ക് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. ITC എന്താ പറയുക പ്രതാപ് സ്നാക്സ് എന്നുള്ള കമ്പനിയുടെ 47% സ്റ്റോക്കുകൾ അക്വയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. ITC ഹോൾഡ് ചെയ്യുന്നവർക്ക് പോസിറ്റീവായിട്ട് ന്യൂസ് തന്നെയാണ്. ദെൻ എന്താ പറയുക മാർക്കറ്റ് മനോഹരമായ ഒരു റിക്കവറി തന്നെയാണ് ഇന്ന് തന്നത്. അത് തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റായിട്ട് നമുക്ക് കാണേണ്ടതും. വരുന്ന ചാർട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയാം. US മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഡോ ജോൺസ് 262 പോയിൻറ്റ് ഗ്രീനിലാണ്, നെസ്ഡാക്ക് 359 പോയിൻറ്റ് ഗ്രീനിലാണ്, അതുപോലെ S&P 500 74 പോയിൻറ്റ് ഗ്രീനിലാണ്. സൂപ്പറായിട്ട് ബുള്ളിഷായിട്ടാണ് ഇൻട്രാഡേയിൽ US മാർക്കറ്റ് പോകുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ FTSE 13 പോയിൻറ്റ് ഗ്രീനിലാണ്, CAC 111 പോയിൻറ്റ്, DAX 311 പോയിൻറ്റ് ഗ്രീനിലാണ്. യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി ബുള്ളിഷാണ്. ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 5 പോയിൻറ്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടത്. 22,272 ട്രേഡിംഗ് നടക്കുന്നത്. നിക്കി ജപ്പാൻ്റെ 836 പോയിൻറ്റ് ഗ്രീനിലാണ്. ഹാങ്സങ് ചൈനയുടെ 239 പോയിൻറ്റ് ഗ്രീനിലാണ്. അതായത് മൊത്തത്തിൽ ഇന്നത്തെ എല്ലാ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഇൻഡെക്സുകളും ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 26 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 378 പോയിൻറ്റിൻ്റെ അഥവാ 1.71% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 22,082 നിന്ന് 135 പോയിൻറ്റ് ലാഭത്തിൽ 22,217 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിഫ്റ്റിയുടെ പ്രൈസ് ഇന്നും ബുള്ളിഷായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് 162 പോയിൻറ്റിൻ്റെ ഒരു ഗ്രോത്താണ് കിട്ടിയിരിക്കുന്നത്. മിനിഞ്ഞാത്ത ക്ലോസിങ്ങിൽ നിന്ന് 21 പോയിൻറ്റിൻ്റെ ഒരു ഗ്രോത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിഫ്റ്റിയിലുള്ള 50 സ്റ്റോക്കുകളിൽ 31 ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 19 നഷ്ടത്തിലാണ് അവസാനിച്ചത്. കോൾ ഇന്ത്യ, ബജാജ് ഓട്ടോ, ഏഷ്യർ മോട്ടോഴ്സ്, ITC ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് നിഫ്റ്റിയെ മുന്നോട്ട് നയിച്ചത്. അതേസമയത്ത് ഇൻഡസ്ഇൻഡ് ബാങ്ക്, HDFC ബാങ്ക്, BPCL, കൊട്ടക് ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ പുറകോട്ടും വലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ 19 കമ്പനികൾ മാത്രമാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഒരു പോസിറ്റീവായിട്ടാണ് അവസാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 417 പോയിൻറ്റിൻ്റെ ഒരു ഗ്രോത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്, 1.91%. അതേസമയത്ത് ഈ മാസം ഫെബ്രുവരി മാസത്തിൽ മൊത്തത്തിൽ 437 പോയിൻറ്റിൻ്റെ ഒരു ഗ്രോത്താണ് നിഫ്റ്റിയിൽ ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സിലേക്ക് വരികയാണെങ്കിൽ 4.58% വിക്സ് കുറഞ്ഞിട്ട് 15.2 അവസാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ വിക്സ് താഴോട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ദെൻ എന്താ പറയുക നിഫ്റ്റിക്ക് ഇന്ന് വൈഡ് CPR ആയിരുന്നു. പക്ഷേ ഇന്ന് CPRക്ക് പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ വിശേഷങ്ങളൊന്നും തന്നെ പറയാനില്ല. ഇനി നമുക്ക് സെക്ടറൽ ഇൻഡൈസസ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫിനാൻസ് സെക്ടറിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് 84 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു.
ഇന്ന് ഓപ്പണായ 46,935 നിന്ന് 14 പോയിന്റ് നഷ്ടത്തിന് 46,920 അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്ന് 51 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഇന്ന് ഓപ്പണായ 20,635 നിന്ന് 30 പോയിന്റ് ലാഭത്തിൽ 20,666 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. സെൻസെക്സ് 54 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഇന്ന് ഓപ്പണായ 72,678 നിന്ന് 480 പോയിന്റ് ലാഭത്തിൽ 73,188 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇനി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 39 പോയിന്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഇന്ന് ഓപ്പണായ 10,903 നിന്ന് 77 പോയിന്റ് ലാഭത്തിൽ 10,980 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും ഫിൻ നിഫ്റ്റി അല്ല, ബാങ്ക് നിഫ്റ്റിയും ആണ് ഇന്ന് ഒരു നെഗറ്റീവ് ക്ലോസിംഗ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവായിട്ടാണ് പോയിരിക്കുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $77.95 വർദ്ധിച്ചിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് ആണെങ്കിൽ $2,022 കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ 2,030 അത് ഇന്നേക്ക് $2,022 ആയിട്ടുണ്ട്. USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ 82 രൂപ 85 ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. നല്ല രീതിയിൽ ഇന്ത്യൻ രൂപ എന്താ പറയുക കയറി വരുന്നുണ്ട്, മൂല്യം കൂടി വരുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസിലേക്ക് പോകുകയാണെങ്കിൽ ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 14,376 കോടിയുടെ ബൈങ്ങും 15,786 കോടിയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. അതുവഴി 1,410 കോടിയുടെ നെറ്റ് സെല്ലിംഗാണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 10,473 കോടിയുടെ ബൈങ്ങും 8,649 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,823 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. മൊത്തത്തിൽ 413 കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ മാസം ഇതുവരെയായിട്ടും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 17,133 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 20,749 കോടിയുടെ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. മൊത്തത്തിൽ ഈ ഫെബ്രുവരി മാസത്തിൽ 3,615 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി IT സെക്ടറാണ് 1.94% ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക്, ഫിൻ സർവീസസ്, നിഫ്റ്റി ബാങ്ക് ഈ 3 സെക്ടറുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ETF നോക്കുകയാണെങ്കിൽ IT ബീസ്, നിഫ്റ്റി ബീസ്, ഓട്ടോ ബീസ്, ബാങ്ക് ബീസ്, ഗോൾഡ് ബീസ് ഇത്രയും ETF ഇന്ന് പോസിറ്റീവിലാണ് അവസാനിച്ചത്. അതേസമയത്ത് ഫാർമ ബീസ് ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ കുമിൻസ് ഇന്ത്യ ഇന്ന് 6.21% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇന്ന് 1.66% ഹയസ്റ്റ് ലോസും ഇന്ത്യ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. കുമിൻസിൻഡ്, ഇന്ത്യ ഹോട്ടൽ, കോൾ ഇന്ത്യ, ബജാജ് ഓട്ടോ, ഏഷ്യർ മോട്ടോഴ്സ്, ITC, SCL ടെക്, M&M, കോൺകർ, TCS, ടെക് മഹീന്ദ്ര, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ ഇന്ന് അവസാനിച്ചപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്ക്, HDFC ബാങ്ക്, BPCL, കൊട്ടാക് ബാങ്ക്, വോൾട്ടാസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഹിന്ദ് പെട്രോസ്, SBIN, ജൂബിലന്റ് ഫുഡ്സ്, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, ടാറ്റ കൺസ്യൂമർ, ഭാരതി എയർടെൽ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും ഇന്ത്യ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. NSE മൊത്തത്തിൽ 1,152 സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 993 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR 1.01 ആയിട്ട് ബുള്ളിഷ് മോഡിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്നലെ അതൊരു സൈഡ് വൈസ് എന്ന രീതിയിൽ സിഗ്നൽ തന്നിരുന്നു. എന്നാൽ ഇന്ന് ബുള്ളിഷ് മോഡായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. 22,217 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 53 പോയിന്റ് മുകളിലായിട്ട് 22,269 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 22,500 38 ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയം 22,000 63 ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പുട്ടാണ് കൂടുതലായിട്ട് റൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നാളെ വരുന്നത് എന്നുള്ളത്. മാർക്കറ്റ് ഒരു പരിധിവരെ മുകളിലോട്ട് കയറിപ്പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.91 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെയൊക്കെ ബുള്ളിഷ് മോഡലുള്ളത് ഇന്ന് സൈഡ് വൈസ് എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി 46,920 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 69 പോയിന്റ് മുകളിലായിട്ട് 46,989 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ 47,025 ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് 46,500 15 ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. കോളാണ് കൂടുതൽ റൈറ്റ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിനെ താഴോട്ട് വലിക്കാനാണ് ഓപ്ഷൻ റൈറ്റേഴ്സ് താല്പര്യപ്പെടുന്നത് എന്ന് തോന്നുന്നു. ഇനി നമുക്ക് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ
സനോഫി ഇന്ത്യ ലിമിറ്റഡ്, റെയിൻ ഇൻഡസ്ട്രീസ്, ഫോസിക്കോ ലിമിറ്റഡ്, എൻകി വീൽസ് ലിമിറ്റഡ്, ഇത്രയും കമ്പനികളാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. അതേസമയത്ത് നാളെ വരാനുള്ള ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ജർമ്മൻ GDP, ജർമ്മൻ ബിസിനസ് എക്സ്പെക്റ്റേഷൻസ്, ജർമ്മൻ കറൻറ്റ് അസസ്മെൻറ്റ്, ജർമ്മൻ IFO ബിസിനസ് ഇൻഡെക്സ്, യൂറോ ഗ്രൂപ്പ് മീറ്റിംഗ്, US ബേക്കർ ഹ്യൂഗ്സ് ഓയിൽ റിഗ് കൗണ്ട്, ഇത്രയും ഈവൻറ്റുകളാണ് വേൾഡ് വൈഡ് ആയിട്ട് നാളെ വരാനുള്ളത്. ഇനി ഞങ്ങളുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഞങ്ങൾ ഓൾമോസ്റ്റ് 20,000 റുപ്പീസിൻ്റെ ഒരു ലോസിലാണ് അവസാനിച്ചതെങ്കിൽ ഇന്ന് 27,274 രൂപയുടെ പ്രോഫിറ്റിൽ, അതായത് 4.55% പ്രോഫിറ്റിലാണ് അവസാനിച്ചത്. 26 ട്രേഡുകളാണ് ഞങ്ങൾ ഇന്ന് എടുത്തിട്ടുള്ളത്. നിഫ്റ്റിയിൽ ഇന്ന് 8.8% ഹയസ്റ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതേസമയത്ത് ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഒന്ന് ബ്രേക്ക് ഈവൻ ആയതേ ഉള്ളൂ, 103 രൂപയുടെ ലോസാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 4.3% പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. മിഡ് ക്യാപ്പിൽ 1.16% പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. സെൻസെക്സിൽ 7.6% പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓപ്ഷനിൽ 5.3% പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഈ മാസം ഞങ്ങളിപ്പോൾ 23.2% പ്രോഫിറ്റിലെത്തി നിൽക്കുന്നുണ്ട്. നിഫ്റ്റി സേഫാണ്, 15.5% പ്രോഫിറ്റ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയും സേഫാണ്, 39.8% ഉണ്ട്. ഫിൻ നിഫ്റ്റി 29.2% ഉണ്ട്. പക്ഷേ മിഡ് ക്യാപ്പ് ഒരു പ്രശ്നമാണ്. മിഡ് ക്യാപ്പ് ഇപ്പോൾ 6.6% ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സെൻസെക്സ് ബ്രേക്ക് ഈവൻ ആകും എന്ന് തോന്നുന്നു, 6.2% പ്രോഫിറ്റിലാണുള്ളത്. ഇനി സ്റ്റോക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 54% പ്രോഫിറ്റിലാണ്. സ്റ്റോക്ക് ഓപ്ഷൻ വളരെ സേഫാണ്, നല്ല രീതിയിൽ പ്രോഫിറ്റ് അത് തരുന്നുണ്ട് നമുക്ക് എന്തായാലും. ഇത്രയാണ് ഇന്നത്തെ ഒരു പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലുള്ളത്. ഇനി നമുക്ക് റാസ് ലെവൽസ് മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കാം. ഇന്നലെ നമ്മൾ സംസാരിച്ചത് പ്രകാരമാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു ലോ വന്ന് ടച്ച് ചെയ്തിരിക്കുന്നത് വളരെ ആക്യുറേറ്റ് ആയിട്ട് ഇന്ന് പ്രതീക്ഷിച്ച ആ ഒരു ലെവലിൽ എക്സാക്ട്ലി അവിടെ വന്ന് ടച്ച് 21,870 കറക്റ്റായി ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് 21,875 വരെ വന്നിട്ടുണ്ട്. 870 നമ്മൾ പ്രതീക്ഷിച്ച ലോ. ദെൻ ഇന്ന് ഹൈ വരെ ഇന്നലെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇന്നലത്തെ ലോനേക്കാളും താഴെയാണ് ഇന്നത്തെ ലോ വരിക എന്നാണ് പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ അവിടെ തന്നെ ഓപ്പണായി ദെൻ സ്ട്രൈറ്റ് താഴോട്ട് പോയിട്ട് ഇന്നത്തെ ഡേ ലോ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ലെവലിനെ ടച്ച് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് വന്നിട്ട് ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിച്ച് ആ ലെവലിൽ വന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. എന്ത് മനോഹരമായിട്ടല്ലേ ഈ ഒരു ട്രേഡ് വന്നിരിക്കുന്നത്. നോക്കി എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുമായിരുന്നു ഈ ഒരു മൂവ്മെൻറ്റിൽ. വളരെ ആക്യുറേറ്റ്, എല്ലാ റാസ് ലെവൽസിൻ്റെയും വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് അത് റെസ്പെക്റ്റ് ചെയ്ത് പോയിരിക്കുന്നത്. സോ എന്തായാലും ഇന്ന് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നല്ല ഒരു ട്രേഡ് കിട്ടി എന്ന രീതിയിൽ. ഇനി ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്നലെ ഉണ്ടാക്കി വെച്ച ലോസ് ഓൾമോസ്റ്റ് അത് റിക്കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ്ലി മുകളിൽ ഒരു ഹയർ സൈഡിൽ ക്ലോസിങ് കിട്ടിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇവിടെ ഈ ഒരു വാല് കണ്ടോ, ഇത് താഴോട്ട് മാർക്കറ്റിന് ഇറങ്ങി വന്നപ്പം ആരൊക്കെ കൂടി തള്ളി മുകളിലോട്ട് തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. അതായത് താഴോട്ട് വീഴാൻ സമ്മതിക്കില്ല എന്നാണ് കൃത്യമായിട്ടും ഇത് നമ്മളോട് തുറന്ന് പറയുന്ന ഒരു കാര്യം. മാർക്കറ്റിനെ താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ സമ്മതിക്കുന്നില്ല, അവരൊക്കെ മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നമുക്ക് പോസിറ്റീവായിട്ട് മാർക്കറ്റിൻ്റെ കൂടെ നിൽക്കാം. നാളെ ഈ ഒരു യെസ്റ്റർഡേ ഹൈ ഉണ്ടല്ലോ, ഈ ക്യാൻഡലിൻ്റെ ഹൈ നാളെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഫർദർ അപ്പ് മൂവ്മെൻറ്റ് തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ മാസം ഫെബ്രുവരി മാസത്തിൽ 22,560 വരെ മാർക്കറ്റ് എത്തണം എന്നാണ് എൻ്റെ ഒരു അനുമാനത്തിൽ, എൻ്റെ നിഗമനത്തിൽ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട്. സോ ആ ഒരു ലെവൽ വരെ മാർക്കറ്റ് കയറിപ്പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഒരു എന്താ പറയുക, ഇറങ്ങിപ്പോകാൻ മാത്രം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഇല്ല. സോ ഇങ്ങനെയുള്ള പുൾ ബാക്ക് വരും, ഓൾ ടൈം ഹൈ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പുൾ ബാക്കൊക്കെ വരും. അതല്ലാതെ ഒരു താഴോട്ട് ഇറങ്ങിപ്പോകാൻ മാത്രമുള്ള വലിയ കാരണങ്ങളൊന്നും തന്നെ ഇല്ല. പോസിറ്റീവായ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് താനും. അപ്പോൾ ഇന്നലെ എന്തൊക്കെയോ ന്യൂസ് ഉണ്ടായിരുന്നു പോസിറ്റീവായിട്ട്. എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ കളക്ട് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് അത് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റാതിരുന്നത്. അപ്പോൾ ഞാൻ കരുതിയത് ഇന്ന് ആ ന്യൂസൊക്കെ ഉൾപ്പെടുത്തി വിശാലമായ ഒരു വാർത്ത അവതരിപ്പിക്കാമെന്നാണ്. പക്ഷേ ആ ഒരു ന്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രത്യേകിച്ച് ജെഫ്രിയുടെ ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മൂവ്മെൻ്റ് ഒന്നും മാർക്കറ്റിൽ കണ്ടില്ല. ഞാൻ കരുതിയ ഒരു 300 പോയിൻ്റൊക്കെ ഗ്യാപ്പ് അപ്പ് വന്ന് അവിടെ നിന്ന് പറന്നു പോകുന്നൊക്കെയാണ് ഞാൻ കരുതിയത്. പക്ഷേ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായില്ല. ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിൽ താഴോട്ട് പോയിട്ട് ഫർദർ ആഫ്റ്റർനൂണിൽ റിക്കവറി ഉണ്ടാവുകയാണ് ചെയ്തത്, നോർമലി ഉണ്ടാവുന്നത് പോലെ. അപ്പോൾ ഇനി നമ്മൾ ഈ മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു ലോവർ സൈഡിൽ വന്നിട്ട്
തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും മിഡ് ക്യാപ്പ് അതിൻ്റെ ടാർഗറ്റ് ഓൾമോസ്റ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഈ മാസത്തേക്ക്. 11,113 അത് വരേണ്ടത്. പക്ഷേ അതിന് 11,068 വരെയും അത് വന്നിട്ടുണ്ട്. സോ നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ഈ മാസം ഇനി പ്രതീക്ഷിക്കേണ്ടതില്ലാന്ന് തോന്നുന്നു. എന്തായാലും ആ മിഡ് ക്യാപ്പ് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ഇൻഡെക്സാണ്. അത് മുകളിലോട്ട് തന്നെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറേ കാലമായിട്ട്. കഴിഞ്ഞ നവംബർ മുതൽ ഇതുവരെയും അത് മുകളിലോട്ട് തന്നെയാണ് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. സെൻസെക്സിൻ്റെ എക്സ്പയറി നോക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു ആൾക്കാർ സെൻറ്റി ആവുന്ന ലെവൽസ് 73,500 73,500 ഒരു റിജക്ഷൻ പ്രതീക്ഷിക്കും. പക്ഷേ നാളത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് 73,750 വരും എന്നാണ് പറയുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ. ഇനി റാസ് ലെവൽസ് പ്രകാരം അനലൈസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ നാളത്തെ ഡേ ലോ എന്ന് പറയുന്നത് ഇന്നത്തെ ഡേ ലോനേക്കാളും മുകളിലായിരിക്കും. അതേപോലെ തന്നെ നാളെ ഡേ ഹൈ എന്ന് പറയുന്നത് ഇന്നത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും. മാർക്കറ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ് തരും എന്നാണ് ക്ലിയർലി അത് പറയുന്നത്. റാസ് ലെവൽസും നോട്ട് റേറ്റ് സോണും തമ്മിലുള്ള കോമ്പിനേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നോട്ട് റേറ്റ് സോണിൻ്റെ മുകളിലാണ് സി പി ആറും നോട്ട് റേറ്റ് സോണാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ വാക്കുകൾ തെറ്റിപ്പോയോ എന്ന് എനിക്കൊരു സംശയം. അപ്പോൾ സി പി ആറിൻ്റെ 2 ലൈൻസ് നോട്ട് റേറ്റ് സോണിൻ്റെ മുകളിലാണ് വന്ന് കിടക്കുന്നത്. അതുകൊണ്ട് ഒരു അപ്പ് മൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വൈഡ് സി പി ആർ ആണ്. വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അതിന് കൊടുക്കേണ്ട. ഒരു സാധാ പിവട്ട് പോലെ അത് ആക്ട് ചെയ്യും എന്നേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ഹൈ, അതായത് യെസ്റ്റർഡേ ഹൈ, പ്രീവിയസ് ഡേ ഹൈ ആണ് നാളെ ഒരു സ്ട്രഗ്ലിംഗ് പോയിൻ്റായിട്ട് നിൽക്കുന്നത്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ഇവിടെയാണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് നേരെ 73,750 ടച്ച് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ നിന്ന് മാർക്കറ്റ് തീരുമാനിക്കും ഫർദർ അപ്പ് റാലി പോകണോ അല്ല താഴോട്ട് പോകണോ എന്നുള്ള കാര്യത്തിൽ. സോ നോക്കുക കൃത്യമായിട്ടും എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഇനി ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ, ഇൻ കേസ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ, ഇവിടെ ഓപ്പണായിട്ട് യെസ്റ്റർഡേ ഹൈ ടച്ച് ചെയ്ത് അവിടെ നിന്ന് റിജക്ഷൻ വന്ന് താഴോട്ട് വരികയാണെങ്കിൽ ഈ ഒരു റാസ് ലെവൽസിൻ്റെ ഈ ഒരു സോൺ ഇവിടെ നിങ്ങൾ എൻട്രി ഒന്നും ഇല്ലാതെ അവിടെ മാറി നിൽക്കുക. ഇവിടെ എൻട്രി എടുക്കുന്നത് സേഫ് ആയിരിക്കില്ല. പലപ്പോഴും സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. 72,561 ഡേ ലോ വരും എന്ന് പ്രതീക്ഷിക്കുന്നത്. വൺസ് അത് കട്ട് ചെയ്ത് താഴെ ഇറങ്ങുകയാണെങ്കിൽ ചെറിയ ടാർഗറ്റിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം. അല്ലെങ്കിൽ ഇവിടുന്ന് റിട്ടേൺ കയറി പോകുമ്പോൾ 73,000 മുകളിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. 73,000 താഴോട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ മാറി നിൽക്കുന്നതായിരിക്കും കുറേയും കൂടെ സുരക്ഷിതം എന്നാണ് എനിക്ക് പറയാനുള്ളത്. 73,000 നിങ്ങൾക്ക് 73Kയുടെ എബോവ് അവിടെ നിന്ന് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി വിശദമായിട്ട് പ്ലാൻ ചെയ്യാം. അതല്ലെങ്കിൽ താഴോട്ട് വരുന്നുണ്ടെങ്കിൽ 72,560 ലെവലിലേക്ക്, അതായത് ചെറിയ സ്കാൽപ്പിംഗ് പോലെയുള്ള പ്രോഫിറ്റിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ശ്രമിക്കുക. അല്ലെങ്കിൽ അത് പലപ്പോഴും നിങ്ങൾക്കൊരു അടി തന്നിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചടിച്ച് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇന്നലത്തെ വീഡിയോ, അതായത് 21-ാം തീയതിയത്തെ വീഡിയോ ഇവിടെ കണ്ടിരിക്കുന്നത് 1089 പേരാണ് ഈ വീഡിയോസ് കണ്ടിട്ടുള്ളത്. എന്തായാലും നല്ല റെസ്പോൺസ് തന്നതിന് താങ്ക് യു വെരി മച്ച്. ദെൻ ഇവിടെ ഈ ചാനൽ ഇതുവരെയായിട്ട് 8,920 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. 44 കമൻറ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിനകത്ത് യൂസഫ് കാവിൽ താങ്ക് യു വെരി മച്ച്, റസീന മുജീബ് താങ്ക് യു വെരി മച്ച്, വിജയകുമാർ തെറ്റിക്കാട്ടിൽ താങ്ക് യു വെരി മച്ച്, ട്രാവലർ മലയാളം താങ്ക് യു വെരി മച്ച്, ശൈലേഷ് കുമാർ എം താങ്ക് യു വെരി മച്ച്, തിങ്കർ ബ്രോ താങ്ക് യു വെരി മച്ച്, രാജേഷ് കുമാർ very valuable information sir, thank you very much, Nijish VV good information, thank you very much, Shajan P always useful, thank you very much, Girish Chandran very good video, online class available ആണോ, ഓഫ്ലൈൻ ക്ലാസ് എവിടെയൊക്കെ ഉണ്ട്? ഓക്കെ, ഇവിടെ ഗിരീഷ് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച് ഫോർ ദ കമൻറ്റ്. ഞാൻ ക്ലാസ് എടുക്കുന്നത് ഒരു സ്ഥിരം പരിപാടിയല്ല. നമ്മൾ കൊച്ചി മീറ്റപ്പിൽ ഒരു ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു, അതിലെടുത്തു എന്ന് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഏകദേശം 10-20 പേര് കണ്ടിന്യൂസ്ലി മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ട് അവിടെ ഒരു ക്ലാസ് എടുക്കണം എന്നുള്ളത്. ഓർഗനൈസ് ചെയ്യാനും ഇതിനൊക്കെ ആൾക്കാർ വേണം. എല്ലാവരും റെഡി ആണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു 5 പേരും കണ്ടേ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ, എസ് ഓർ നോ എന്നുള്ള ആ ഒരു ഇത് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ട്രിവാൻഡ്രം സൈഡിൽ ക്ലാസ്സുകൾക്ക് താല്പര്യമുള്ള ആൾക്കാർ മാർച്ച് മാസത്തിൽ എൻഡ് ഓഫ് മാർച്ച് SSLC പരീക്ഷയുടെയൊക്കെ അവസാന ദിവസം മറ്റൊക്കെ നമുക്കൊന്ന് അവിടെ ഒരു ക്ലാസ് സംഘടിപ്പിക്കാം. ഒറ്റ ദിവസത്തിൻ്റെ ക്ലാസ്സാണ്. ബേസിക് അറിയുന്നവർക്ക് ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ
നല്ലൊരു സ്ട്രാറ്റജിയാണ് അവിടെ പഠിപ്പിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ട്രിവാൻഡ്രം ക്ലാസ് എന്നുള്ള രീതിയിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് നമ്പർ കാണും, തുടക്കത്തിൽ വീഡിയോയുടെ തുടക്കത്തിൽ എൻ്റെ നമ്പർ കാണും, എൻ്റെ പേര് പറയുന്നിടത്ത്. ഓക്കെ. ഡെന്നി എം, പ്ലീസ് കൺഫേം ദ ഫെസിബിലിറ്റി ഓഫ് buying 1 unit Nifty Beast daily when considering the charges and taxes involved in it. Please check and explain. Okay, brother, ഇത് ഡെന്നി പറഞ്ഞതിലൊരു ലോജിക്ക് ഉണ്ട്, അതായത് ഒരു പോയിന്റ് ഉണ്ട് അതിൽ. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അപ്സ്റ്റോക്ക് പോലെയുള്ള ബ്രോക്കേഴ്സ് അവർ ഡെലിവറിക്ക് ചാർജ് വാങ്ങിക്കുന്നുണ്ട്. അതേസമയത്ത് സെറോദയാണെങ്കിൽ ഡെലിവറിക്ക് ചാർജ് വാങ്ങി ഒരു സ്റ്റോക്ക് വാങ്ങി നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സെറോദയിൽ ചാർജ് ഇല്ല, പക്ഷേ അപ്സ്റ്റോക്സിൽ ചാർജ് ഉണ്ട്. അപ്പോൾ ഒരു നിഫ്റ്റി ബീസ് 232 രൂപ സംതിങ് ഉള്ള ഒരു നിഫ്റ്റി ബീസ് വാങ്ങിക്കുമ്പോൾ ഒരു 2 രൂപയോ 3 രൂപയോ അതിൻ്റെ ഒരു ചാർജ് എന്തായാലും സ്വാഭാവികമായിട്ടും അപ്സ്റ്റോക്സ് പോലെയുള്ള ബ്രോക്കേഴ്സ് വാങ്ങിക്കും. എന്നാൽ സെറോദയിൽ വാങ്ങിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ടാക്സ് ഉണ്ടാവും, പക്ഷേ അത് പൈസയിലാണ് വരിക, 10 പൈസയോ 5 പൈസയൊക്കെ വരുള്ളൂ, അതല്ലാതെ മറ്റൊരു ചാർജസും ഇല്ല. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രോക്കർ ഏതാണോ അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ ഈ സിപ്പ്, SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, ഒന്നുമില്ല ഡെയിലി സിപ്പ് ചെയ്യാം, വീക്കിലി ചെയ്യാം, മന്ത്ലി ചെയ്യാം, അങ്ങനെയുള്ള അല്ലെങ്കിൽ ക്വാർട്ടർലി ചെയ്യാം. ഏത് രീതിയിലായാലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രോക്കർ ഡെലിവറിക്ക് ചാർജ് വാങ്ങിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കിയിട്ട് വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാവുന്നത്. കാരണം നിങ്ങൾ 10 നിഫ്റ്റി ബീസ് ഡെയിലി വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ അതിനൊരു 20-25 രൂപ എക്സ്ട്രാ അവർ ബ്രോക്കറേജ് ആയിട്ട് വാങ്ങിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ ഡെയിലി സിപ്പ് ചെയ്യുന്നവർക്ക് ഭയങ്കര നഷ്ടമായിരിക്കും അത്. അതേസമയത്ത് സെറോദ പോലെയുള്ള ബ്രോക്കേഴ്സ് ആണെങ്കിൽ അവർ ഡെലിവറിക്ക് ചാർജ് വാങ്ങിക്കുന്നില്ല. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി സിപ്പാണ് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രൈസ് എന്താ പറയുക ഹോൾഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഡെയിലി സിപ്പാണ്. അപ്പോൾ ഡെയിലി സിപ്പ് ചെയ്യുന്നത് ഡെലിവറിയിൽ ബ്രോക്കറേജ് വാങ്ങാത്ത ബ്രോക്കറിനെ ഉപയോഗിച്ചിട്ടായിരിക്കണം. ബ്രോക്കറേജ് വാങ്ങുന്നത് ഇപ്പം ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് ഉണ്ട്, ഈ ബാങ്കുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനി, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ ഒരു എക്സിക്യൂഷന് ചിലപ്പം 100 രൂപയും 200 രൂപയൊക്കെ വാങ്ങിക്കുന്ന ബാങ്കുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു നിഫ്റ്റി ബീസ് 230 രൂപയുടെ ഒരു നിഫ്റ്റി ബീസ് വാങ്ങിക്കുമ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് 100 രൂപ ബ്രോക്കറേജും വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര നഷ്ടമായിപ്പോവും. അങ്ങനെയുള്ളത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഡെലിവറിക്ക് ചാർജ് വാങ്ങാത്ത ബ്രോക്കറിനെ ഉപയോഗിക്കുക. ഓൾറൈറ്റ്, ചാർജ് വാങ്ങാത്ത ബ്രോക്കേഴ്സ് എല്ലാം നല്ലതാണെന്ന് കരുതി കണ്ണടച്ച് വിശ്വസിച്ച് പോയി അതിൽ തല വയ്ക്കരുത്. ചാർജ് വാങ്ങിക്കാത്തവർക്ക് പിന്നെ എന്താണ് വരുമാനം ഉണ്ടാവുക? ഒരു ബ്രോക്കറേജും വാങ്ങിക്കുന്നില്ലെങ്കിൽ അവർക്ക് എന്താണ് വരുമാനം ഉണ്ടാവുക? അവരെങ്ങനെയാണ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക? അപ്പോൾ ഞാൻ മുമ്പ് 1-2 ബ്രോക്കേഴ്സിന് സജസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു ബ്രോക്കറേജ് ഇല്ലാത്തത്. അപ്പോൾ അതിലും പിന്നീട് ഒരു പ്രാവശ്യം ഒരു സെർവർ ക്രാഷ് വന്നിട്ട് ഒരുപാട് പേർക്ക് കാശ് നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനുണ്ട്. ഓക്കെ. നൗഷാദ് പുതിയ പറമ്പൻ, സർ ജെഫ്രീസ് റിപ്പോർട്ട് ഇന്ത്യൻ മാർക്കറ്റ് ബെസ്റ്റ്, പക്ഷേ അതിൻ്റെ ഒരു സംഭവങ്ങൾ ഇന്ന് കണ്ടില്ല നൗഷാദ് ഭായ്. ഓൾറൈറ്റ്. ജോൺ, ഹൗ ക്യാൻ ഐ ജോയിൻ ദ പ്രീമിയം? ഇവിടെ ഞാൻ നിങ്ങളുടെ ഈ കമൻറ്റിന് തന്നെ റിപ്ലൈ ആയിട്ട് അതിൻ്റെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ടെലിഗ്രാമിൻ്റെയും എല്ലാത്തിൻ്റെയും ലിങ്ക് അവിടെ പോസ്റ്റ് ചെയ്തിട്ട് ആർക്കെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതുവഴി കയറി വരിക. നൗഷാദ് പുതിയ ഓർമ്മ, യെസ്റ്റർഡേ മൈ വ്യൂ വാസ് 100% കറക്റ്റ്. ഒരു ദിവസം കറക്റ്റായിരുന്നു. ഇന്നലെ നിങ്ങൾ ബേരഷാവെന്ന് പറഞ്ഞു, അതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. നിഷാദ് പട്ടയപ്പാട്, അദ്ദേഹത്തിന് നെക്സ്റ്റ് വീക്ക് നിഫ്റ്റി 22,450, ബാങ്ക് നിഫ്റ്റി 48,150. അടിപൊളി, സൂപ്പർ. കയറി വരട്ടെ 560 വരെ ഈ മാസം പോകണം നിഫ്റ്റി, 22,560 വരെ. അതാണ് എൻ്റെ വ്യൂ കേട്ടോ. അഫ്സൽ KP, ടുമാറോ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല ബ്രദർ. ദെൻ നൗഷാദ് പുതിയ ഓർമ്മൻ, ബിഗ് ഫോൾ മോർണിംഗിൽ ഒരുവിധം ഫോൾ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അത് റിക്കവറി ആയി. നൗഷാദ് പുതിയ ഓർമ്മൻ, നാളെ നിഫ്റ്റി 300 പോയിൻറ്റ്സ് അപ്പാകാൻ ഇദ്ദേഹം ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കണ്ടില്ലേ, മുകളിലുള്ള കമൻറ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബിഗ് ഫോൾ എന്നാണ്. അതേ ആൾ തന്നെ ഒരു എന്താ പറയുക തൊട്ട് താഴെ വന്നിട്ട് നാളെ ഗ്യാപ്പ് അപ്പ് ആകാൻ ചാൻസ് ഉണ്ടെന്ന്. അത് രണ്ടും അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് എഴുതി വയ്ക്കുകയാണ്. എന്തായാലും ഒരു ലോട്ട് CE ഉണ്ടെങ്കിൽ കോൾ അടിച്ചേനെ. ഒന്നും സംഭവിച്ചിട്ടില്ല ഇന്ന്. സിക്കും കോൾ അടിച്ചിട്ടില്ല, പിക്കും കോൾ അടിച്ചിട്ടില്ല. നാളെ മാക്സിമം ഇതാണ് ജംഷാദ്, നാളെ മാക്സിമം 22,098. ഞാൻ ഓർക്കുന്നില്ല ഇന്നത്തെ ക്ലോസിങ് 22 എത്രയായിരുന്നു, അത് ഞാൻ വിട്ടുപോയിട്ടോ, സോറി, ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത്രയും കമൻറ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. എന്തായാലും നല്ലൊരു റെസ്പോൺസാണ് വന്നിട്ടുള്ളത്. ഒരു 1000 പേരൊക്കെ ഒരു വീഡിയോ കാണുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷം തന്നെയാണ്. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വരുമ്പോഴത്തേനും 10 മണിയായി, ഇപ്പം തന്നെ ആയിട്ടുണ്ട്. ഇനി അത് നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ 10:30 10:45 അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേനും. ഓൾറൈറ്റ്, എന്തായാലും സഹകരിക്കുക. നാളെ രാവിലെ ആയാലും വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.